നാട്ടിലേക്ക് ഇനി യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ കനേഡിയൻ സിറ്റിസൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ സിറ്റിസൺസ് ആണ്, നാട്ടിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങളുടെ വിസയോടൊപ്പം അല്ലെങ്കിൽ OCI കാർഡിനോടൊപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യേണ്ടത് indianvisaonline.gov.in നിന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക സംവിധാനമാണ് ഒക്ടോബർ 1 മുതൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ നാട്ടിൽ ചെന്നിറങ്ങുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ് ഫ്ലൈറ്റിൽ വെച്ചൊരു പേപ്പർ തരുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങിയ ശേഷം അവിടുത്തെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നമുക്കത് കിട്ടുമായിരുന്നു. അതേ കാര്യങ്ങൾ ഓൺലൈൻ ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഷെയർ ചെയ്തേക്കുക. എന്തെങ്കിലും ഇൻപുട്സ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത പ്രധാന കാര്യം കാനഡ പോസ്റ്റൽ സ്ട്രൈക്കാണ്. കുറേ ദിവസങ്ങളായിട്ട് സ്ട്രൈക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു റൊട്ടേഷണൽ സ്ട്രൈക്ക് ആയിട്ടാണ് പോകുന്നത്. റൊട്ടേഷണൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡ രാജ്യവ്യാപകമായിട്ട് എല്ലാ പോസ്റ്റ് ഓഫീസുകളും അടച്ചിടുന്നില്ല. അതിന് പകരം ചില സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സ്ട്രൈക്ക് നടക്കുന്നത്. അതേപ്പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കാനഡ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ യൂണിയൻ്റെ വെബ്സൈറ്റിലുണ്ട്. അത് നോക്കിയാൽ മതി. 9,000 പാസ്പോർട്ടുകളാണ് ഇപ്പോൾ പോസ്റ്റൽ സർവീസിൽ കെട്ടിക്കിടക്കുന്നത്. 50,000 ആളുകളോളാണ് ഇപ്പോൾ ഇവിടെ കാനഡ പോസ്റ്റിൽ ജോലി ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പല സേവനങ്ങളും പ്രത്യേകിച്ചും പോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ഓൺലൈൻ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഗവൺമെൻറ് രേഖകൾ, അതോടൊപ്പം തന്നെ ബില്ലുകളൊക്കെയാണ് നമുക്ക് പോസ്റ്റൽ സർവീസ് വഴി നമുക്ക് ലഭിക്കുന്നത്. കത്തിടപാടുകളൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ലോക്കൽ ബിസിനസ്സുകൾ, പ്രത്യേകിച്ചും സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ ഇത് കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹോളിഡേ സീസൺ ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോഴേക്കും കോർപ്പറേറ്റ് ഗിഫ്റ്റിങ് മുതലായ കാര്യങ്ങളൊക്കെ കാനഡ പോസ്റ്റ് വഴിയായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കൂടുതലും. ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാദമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്യൂറലൈറ്റർ എന്ന് പറയുന്ന കമ്പനി, ആ പ്രൈവറ്റ് കമ്പനിയുടെ കൂടുതൽ ഷെയറുകളും എടുത്തിരിക്കുന്നത് കാനഡ പോസ്റ്റ് തന്നെയാണ്. ക്രൗൺ കോർപ്പറേഷനാണ് എടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 92%. അവരുടെ കമ്പനി ലാഭത്തിലുമാണ്, കനേഡിയൻ പോസ്റ്റ് നഷ്ടത്തിലുമാണ്. ഇതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വർക്കേഴ്സിൻ്റെ യൂണിയൻസ് എടുത്തു പറയുന്നുണ്ടായിരുന്നു. സ്ട്രൈക്ക് ഉടനെ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് വിവിധ വാർത്താ ചാനലുകളും അതോടൊപ്പം തന്നെ വെബ്സൈറ്റുകളും നോക്കാവുന്നതാണ്. കാനഡയിലെ ഇപ്പോഴത്തെ വെതർ ഫോൾ സീസൺ ആണ്. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ 4 ഡിഗ്രിയൊക്കെ രാവിലെ വരുന്നുള്ളൂ. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ചൂട് ആയി വരുന്നുണ്ട്. ഒണ്ടേരിയോയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വിന്നിപ്പെഗിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കാറ്റ്, മഴ ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീക്കെൻഡിൽ നല്ല മഴയാണ്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകളൊക്കെ ഈ ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഈ സമയത്ത് കാനഡയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നാട്ടിൽ നിന്നൊക്കെ പലരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സുസ്വാഗതം. പ്രത്യേകിച്ചും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്ക് പലരും ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു PR ഒക്കെ കിട്ടി വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. അവരെ ഗൈഡ് ചെയ്യാൻ സാധിച്ചു. ഇനിയും പുതിയതായിട്ട് കാനഡയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ പ്രോഗ്രാമുകൾ എന്തെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ വിളിക്കുക. പിന്നെ നമുക്ക് കുറച്ച് നേരമൊക്കെ നേരിട്ട് സംസാരിച്ചിരിക്കാം. അടുത്ത പ്രധാന വാർത്ത കോളേജ് ക്ലോഷേഴ്സ് ആണ്. കാനഡയിലെ ചില കോളേജുകളിലെ എല്ലാം പല പ്രോഗ്രാംസുകളും നിർത്തലാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും സപ്പോർട്ട് സ്റ്റാഫിൻ്റെ സ്ട്രൈക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അതിൻ്റെ സൊല്യൂഷൻസ് ഒന്നും ആയിട്ടില്ല. അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു. ആ സമയത്താണ് 2 ക്യാമ്പസുകൾ ജോർജിയൻ കോളേജ് നിർത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂട്ടിയിട്ടില്ല. 2026 പ്രോഗ്രാംസ് ക്ലോഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മസ്കോക്ക ക്യാമ്പസും ഒറീലിയ ക്യാമ്പസുമാണ് അതിൻ്റെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ മെയിൻ ക്യാമ്പസ് ജോർജിയൻ ബാരി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയൊക്കെ ഈ ക്യാമ്പസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, മെയിൻ ക്യാമ്പസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം പലരും വിചാരിക്കുന്നുണ്ടായിരുന്നു മെയിൻ ക്യാമ്പസൊക്കെ പൂട്ടിപ്പോയി എന്നുള്ളത്. പാനിക്കാവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ക്ലോഷേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാംസ് നിർത്തലാക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ ക്യാമ്പസിലോട്ട് കുട്ടികളെ അവർ ഷിഫ്റ്റ് ചെയ്യും. ഈ കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ 2,500 പേർക്ക് ഇൻവിറ്റേഷൻ ടു അപ്ലൈ കിട്ടിയിരിക്കുകയാണ്. 472 സ്കോർ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. RCIC ജയേഷ് ജേക്കബാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്.
അതോടൊപ്പം തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. PR ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. നമ്മുടെ വീഡിയോയിൽ നിന്ന് മെൻഷൻ ചെയ്തേക്കുക. PR ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പല കോഴ്സുകളുമുണ്ട്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ നാട്ടിലേക്ക് പോയി കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. ഇവിടെ PR ഒക്കെ കിട്ടിയ ശേഷം അവരുടെ സ്പൗസ് വരുമ്പോഴും പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളുണ്ട്. അതിനുവേണ്ടിയും കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ കോൺടാക്ട് ചെയ്യുക. 2026 കനേഡിയൻ ഇക്കോണമി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും US താരിഫ് കാനഡയുടെ ഇക്കോണമിയെ കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും പല കാര്യങ്ങളും ജനുവരിയിൽ വരാൻ വേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ. നിരവധി കമ്പനികളാണ് ലേ ഓഫുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. പ്രത്യേകിച്ചും എയുടെ കടന്നുകയറ്റം, ഓട്ടോ മാനുഫാക്ചറിങ് സെക്ടറിലെ വെട്ടിച്ചുരുക്കലുകൾ, ഇതെല്ലാം ഇതിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ മാസങ്ങളിലെല്ലാം വീടുകളുടെ വിൽപ്പന വളരെ കുറവായിരുന്നു. എന്നാൽ ഈ മാസം അത് 5.5% കൂടി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ഒണ്ടേരിയോയിൽ. എന്നാൽ വാങ്കൂവർ, കാൽഗറി സ്ഥലങ്ങളിലൊക്കെ ഭവന വിൽപ്പന കുറവാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എപ്പോഴും എന്തിനാണ് ഈ വീട് വിൽപ്പനയെ പറ്റി പറയുന്നത്. പ്രത്യേകിച്ചും കാനഡയുടെ ഇക്കോണമി തന്നെ അടിത്തറയിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ ഹൗസ് കൺസ്ട്രക്ഷനിലും ഇമിഗ്രേഷനിലും ഒക്കെയാണ്. അപ്പോൾ വീടുകൾ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ എല്ലാവരും വാങ്ങുന്നു, അതിനുശേഷം അതിൻ്റെ ലോൺ അടയ്ക്കുന്നു, അവിടെ തന്നെ താമസിക്കുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വീട് വാങ്ങി പിന്നെ സെക്കൻഡ് ഹൗസ് വാങ്ങുന്നവരുണ്ട്. അല്ലെങ്കിൽ പ്രായമായി കഴിയുമ്പോഴത്തേനും ആളുകൾ അത് ഡൗൺ സൈസ് ചെയ്യുന്നു. ഡൗൺ സൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീടാണെങ്കിൽ അത് വിറ്റിട്ട് ചെറിയ വീട് വാങ്ങുന്നു, ആ വീട് വിറ്റിട്ട് കെയർ ഹോമിലോട്ട് പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആളുകളുടെയൊക്കെ സമ്പാദ്യമൊക്കെ എന്ന് പറയുന്നത് ഈ വീടിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീട് വാങ്ങിയ ശേഷം നമ്മുടെ ലോണ് 5 വർഷം കൂടുമ്പോൾ ഇത് പുതുക്കണം. 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ പഴയ ജോലി ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പുതുക്കി കിട്ടത്തില്ല. 25 വർഷമായിരിക്കും നമ്മുടെ മോർഗേജ് അല്ലെങ്കിൽ ഹോം ലോൺ പോകുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോൾ ഇത് പുതുക്കി വരും. അതാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം മറ്റ് ഇൻഡസ്ട്രീസും ഇവിടെ പ്രബലമായി നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് കാനഡ എന്ന് പറയുന്നത്. നിരവധി റിസോഴ്സുകളുണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും 80% പോയിക്കൊണ്ടിരിക്കുന്നത് US-ലോട്ടാണ്. അവിടെ നിന്ന് ചുമത്തുന്ന താരിഫുകളൊക്കെ ഇവിടെ കാര്യമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളപ്പെടുത്തി ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പല ചർച്ചകളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മാർക്ക് കാർണിയുടെ ഗവൺമെൻറ് പല കാര്യങ്ങളിലും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ലോ ഇൻകം ആയിട്ടുള്ള കനേഡിയൻസിന് ഫ്രീ ആയിട്ട് ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയൊരു സംവിധാനം കൊണ്ടുവരും എന്ന് CRA അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഫർമേഷനാണ്. ഒരു ഇൻഫോർമലായിട്ടാണ് അത് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ വന്നിട്ടില്ല. എല്ലാ വർഷവും ജനുവരി മുതൽ ടാക്സ് ഫയലിംഗ് ഒക്കെ ആരംഭിക്കും. എന്നാൽ ഈ സിസ്റ്റം പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് ആക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് നിരവധി രേഖകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ റെൻറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ രേഖ, റെൻ്റൽ റെസീറ്റ് കൊടുക്കണം. നമ്മുടെ എക്സ്പെൻസസിൻ്റെ കാര്യങ്ങൾ, അത് ക്ലെയിം ചെയ്യാവുന്ന എക്സ്പെൻസസ് ഒക്കെ ആണെങ്കിൽ അത് കാണിക്കണം. ഇതെല്ലാം വേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.